സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞു അയാൾക്ക് ശബരിമല അയ്യനെ പുറത്തുനിന്ന് കണ്ടാൽ പോരാ, അകത്ത് കയറി ഉമ്മ വെക്കണം, അതിന് പൂണൂലിട്ട തന്ത്രിയായി ജനിക്കണമെന്നും. ശരി, മൂപ്പരുടെ പൂതിയല്ലേ, നടക്കട്ടെ എന്ന് നമ്മളും കരുതി. പുനർജനിക്കണമെങ്കിൽ മരിക്കണമല്ലോ. ഏതായാലും അതിനായി കാത്തിരിക്കുമ്പോഴാണ് മൂപ്പര് ആഗ്രഹം ഒന്ന് മാറ്റിപ്പിടിച്ചത്. തന്ത്രിയായാൽ പൂണൂല് മാത്രമല്ലേ ഇടാൻ പറ്റുള്ളൂ, മാലയും വളയും ജിമിക്കിയും കമ്മലും അണിയാൻ ആഗ്രഹം തോന്നിയാലോ? അതുകൊണ്ട് തൽക്കാലം തന്ത്രിയെ വിട്ടു. അടുത്ത ജന്മത്തിൽ പെണ്ണാവണമെന്നാക്കി ആഗ്രഹം, എങ്കിൽ അത് നടക്കട്ടെ എന്ന് നമ്മളും കരുതി. പക്ഷെ ഇതിപ്പോ പുരുഷനിൽ നിന്ന് വിടുകയും പെണ്ണോട്ടായൂല്ല എന്ന് പറഞ്ഞ പോലെയായി. പൂണൂലിടാന്ന് വെച്ചാൽ നമ്പൂരി ആയിട്ടില്ല, എന്നാ പിന്നെ ആഭരണം ഇടാന്ന് വെച്ചാലോ പെണ്ണുമായിട്ടില്ല. ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഒരു അവസ്ഥ വിശ്വാസികളെ മുന്നിൽ കിട്ടിയാൽ അവരെ എങ്ങനെ പറ്റിക്കാമെന്ന് സുരേഷ് ഗോപിക്ക് നന്നായിട്ട് അറിയാം. അയ്യനെ തഴുകാനും ഉമ്മ വെക്കാനുമുള്ള ഗോപി അണ്ണന്റെ ആഗ്രഹം കണ്ട അന്തം വിട്ട സംഘ്യക്കൂട്ടന്മാരെ അറിഞ്ഞ ഗോപി അണ്ണൻ കേരളത്തിൽ നിന്ന് ജയിച്ച് മന്ത്രിയായപ്പോൾ BJP സർക്കാർ അവതരിപ്പിച്ച ആദ്യ ബജറ്റില് ഈ ശബരിമല അയ്യനെ കാണാൻ പോകാനുള്ള ശബരി പാതയ്ക്കും ശബരിമലയുടെ വികസനത്തിനും നയാ പൈസ നീക്കി വെച്ചിട്ടില്ല. വിശ്വാസികളായ നിങ്ങളെ അയ്യനോടുള്ള സ്നേഹത്തിന്റെ ഇല്ലാ കഥ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വോട്ടും വാങ്ങി മൂപ്പര് മന്ത്രിയായി. തന്ത്രിയാവണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്ത വോട്ടിൽ മൂപ്പര് മന്ത്രിയായി. അത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് കരുതാം. എന്നാൽ നിങ്ങൾ ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളത്തിന് എന്തെങ്കിലും കിട്ടിയോ? കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റിന്റെ നേർചിത്രം ഇന്നത്തെ ദേശാഭിമാനി കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് ഓട്ടക്കാലണ. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് പ്രസംഗത്തിൽ കേരളം എന്ന വാക്കുപോലുമില്ല. വായ്പാ പരിധി കൂട്ടിയില്ല, ഇക്കുറിയും എയിംസ് ഇല്ല, റബ്ബറിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചില്ല, 24,000 കോടിയുടെ പ്രത്യേക പാക്കേജ് ആവശ്യം തള്ളി. വിഴിഞ്ഞത്തിനും വയനാട് തുരങ്കപാതയ്ക്കും തുകയില്ല. സിൽവർ ലൈൻ ശബരി റെയിൽപാത ആവശ്യങ്ങളും മുഖവിലക്കെടുത്തില്ല. ശബരിമല വികസനത്തിന് ചില്ലിക്കാശില്ല. ദേശീയപാതയ്ക്കായി കേരളം ചെലവഴിച്ച 6,000 കോടിക്ക് തുല്യമായി ഉപാധിരഹിത കടമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. ഇത് വെല്ലുവിളി ഒന്നിച്ചെതിർക്കണം മുഖ്യമന്ത്രി. ബജറ്റിൽ സംസ്ഥാനത്തിന്റെ സുപ്രധാന ആവശ്യങ്ങൾ പരിഗണിക്കാത്തത് കേരള ജനതയോടുള്ള വെല്ലുവിളിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എയിംസ് ഉൾപ്പെടെ ദീർഘകാല ആവശ്യങ്ങളൊന്നും പരിഗണിച്ചില്ല. പ്രകൃതി ദുരന്ത നിവാരണത്തിലും ടൂറിസം മേഖലയിലും പരിഗണനയില്ല. കാർഷിക മേഖലയിൽ പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങൾ നേരിട്ട് നടത്തേണ്ടവയാണ്. ഇതിന് സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക ശാക്തീകരണം വേണം. വായ്പാ പരിധി നിയന്ത്രണമടക്കമുള്ള കേന്ദ്ര സമീപനം മൂലം ഇപ്പോൾ തന്നെ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. നഗരവികസന പദ്ധതികൾ സംസ്ഥാനത്തിന്റെ നികുതി അധികാരങ്ങളിൽ കൈകടത്തുന്നതാണ്. അവഗണനയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ അഭിപ്രായ സമന്വയം ഉണ്ടാകണം. കേരളത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് മുന്നിൽ ആവർത്തിച്ചുന്നയിക്കാൻ യോജിച്ച ശ്രമം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശിങ്കിട് ബജറ്റ്. ഭരണം താങ്ങി നിർത്തുന്ന ഘടകകക്ഷികളെയും കോർപ്പറേറ്റുകളെയും മാത്രം പരിഗണിച്ച മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ്. സർക്കാരിന്റെ നിലനിൽപ്പിനെ സഹായിക്കുന്ന പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ നിറഞ്ഞപ്പോൾ അവഗണിക്കപ്പെട്ടത് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ. തൊഴിലില്ലായ്മയും കാർഷിക പ്രതിസന്ധിയും നിക്ഷേപ മുരടിപ്പും ഉൾപ്പെടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നേരിടാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്റെ 7ാം ബജറ്റിൽ സ്വീകരിച്ചത് കണ്ണിൽ പൊടിയിടൽ തന്ത്രം. JDUവിനെയും TDPയെയും കൂടെ നിർത്താൻ ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൈയയച്ച് സഹായം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഒഡീഷ, ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങൾക്കും പരിഗണന. ആന്ധ്രാപ്രദേശിനെ കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയ വിചിത്ര നടപടി. വിദേശ കോർപ്പറേറ്റ് കമ്പനികളുടെ നികുതി 40-ൽ നിന്ന് 35% കുറച്ചു. തൊഴിൽ സൃഷ്ടിക്കൽ പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സബ്സിഡി ലഭിക്കുന്ന സംവിധാനം കൊണ്ടുവന്നു. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനവും സമ്പദ്ഘടനയുടെ ജീവനാഡിയുമായ റെയിൽവേ സ്പർശിക്കാതെയായിരുന്നു ബജറ്റ് പ്രസംഗം. തൊഴിൽ, നൈപുണ്യ വികസനം, ചെറുകിട ഇടത്തര സൂക്ഷ്മ സംരംഭങ്ങൾ, മധ്യവർഗം എന്നീ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ബജറ്റെന്ന് ധനമന്ത്രി അവകാശപ്പെട്ടു. അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ പദ്ധതികളിലും പക്ഷപാതം കാണിച്ചു. വികസിത് ഭാരത് ലക്ഷ്യത്തിന്റെ ഭാഗമായി 9 മുൻഗണനാ മേഖലകൾ അവതരിപ്പിച്ചെങ്കിലും സർക്കാരിന്റെ ചെലവുകൾ ചുരുക്കുകയാണ്. വ്യക്തിഗത ആദായ നികുതി ഘടനയിൽ ചില്ലറ മാറ്റങ്ങൾ വരുത്തി. മൂലധന ആദായ നികുതിയിൽ വർദ്ധിപ്പിച്ചു. 2024-25 ധനക്കമ്മി 4.9% കുറയ്ക്കുകയാണ് ലക്ഷ്യം. അടുത്ത സാമ്പത്തിക വർഷം 4.5% കുറയ്ക്കാനാണ് ശ്രമം. പുരോഗതിയിലേക്ക് നയിക്കുന്ന ബജറ്റാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു. മോദിയുടെ കസേര രക്ഷിക്കാനുള്ള ബജറ്റ് എന്ന് പ്രതിപക്ഷ കക്ഷികൾ പ്രതികരിച്ചു. ബജറ്റ് ഒറ്റനോട്ടത്തിൽ. പ്രതീക്ഷിത ധനക്കമ്മി 4.9%. പ്രതിപക്ഷ സംസ്ഥാനങ്ങളോട് അവഗണന. റവന്യൂ വരുമാന വർധനവിനനുസരിച്ച് ചെലവ് കൂട്ടിയില്ല. വിദേശ കമ്പനികളുടെ കോർപ്പറേറ്റ് നികുതി 40-ൽ നിന്ന് 35% കുറച്ചു. സബ്സിഡി വീണ്ടും വെട്ടിക്കുറച്ചു. 32,291 കോടിയുടെ കുറവ്.
തൊഴിൽ സൃഷ്ടിക്കാൻ എന്ന പേരിൽ കോർപ്പറേറ്റുകൾക്ക് സബ്സിഡി. വരുമാനത്തിൽ കോർപ്പറേറ്റ് നികുതിയിലും കൂടുതൽ ആദായ നികുതി. നേരിട്ടുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വ്യവസ്ഥ ഉദാരമാക്കും. UGCക്കുള്ള വിഹിതം 61% വെട്ടിക്കുറച്ചു. ജനസംഖ്യാ കണക്കെടുപ്പ് നീളും. കർഷകർക്കുള്ള ധനസഹായം വർദ്ധിപ്പിച്ചില്ല. മിനിമം താങ്ങുവിലയിൽ മൗനം. ഗ്രാമീണ തൊഴിലുറപ്പ് വിഹിതം കൂട്ടിയില്ല. പഴയ പെൻഷൻ പദ്ധതിയിൽ മാറ്റമില്ല. അടിസ്ഥാന സൗകര്യ മേഖലയിൽ മൂലധന നിക്ഷേപത്തിന് 11,11,111 കോടി. സ്ത്രീകളെ തൊഴിൽ രംഗത്തേക്ക് ആകർഷിക്കാൻ കൂടുതൽ ഹോസ്റ്റലുകളും ക്രഷേകളും. 20 ലക്ഷം യുവജനങ്ങൾക്ക് നൈപുണ്യ വികസനത്തിന് 5 വർഷത്തേക്ക് പുതിയ പദ്ധതി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും 3 ലക്ഷം കോടി രൂപ പദ്ധതി വിഹിതം. മുദ്രാ വായ്പ 20 ലക്ഷം രൂപ വരെ. സമുദ്രങ്ങളിൽ ധാതു ഖനനം. നഗരങ്ങളിലെ പാർപ്പിട പദ്ധതികൾക്ക് 5 വർഷത്തിൽ 2.2 ലക്ഷം കോടി കേന്ദ്ര സഹായം. 1 കോടി വീടുകൾക്ക് കൂടി പുരപ്പുറ സോളാർ പദ്ധതി. സ്വകാര്യ പങ്കാളിത്തത്തോടെ ഭാരത് ആണവോർജ നിലയങ്ങൾ. പ്രളയം നേരിടാൻ ബീഹാർ, അസം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് പദ്ധതികൾ. 5 വർഷത്തിനകം 1 കോടി യുവജനങ്ങൾക്ക് പ്രമുഖ കമ്പനികളിൽ സ്റ്റൈപ്പൻഡോടെ ഇന്റേൺഷിപ്പ്. ആദ്യമായി ജോലിക്ക് കയറുന്നവർക്ക് EPF അംഗത്വം. ആദ്യമായി EPFOയിൽ ചേരുന്നവർക്ക് 3 ഗഡുവായി 15,000 രൂപ വരെ നൽകും. സ്റ്റാർട്ടപ്പുകൾക്കുള്ള ഏഞ്ചൽ ടാക്സ് പിൻവലിച്ചു. കുട്ടികൾക്കായി രക്ഷിതാക്കൾക്ക് ദേശീയ പെൻഷൻ പദ്ധതി തുടങ്ങാം. 10 ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പാ സഹായം. 100 നഗരത്തിൽ വ്യവസായ പാർക്ക്. MSCകൾക്ക് ഈടില്ലാതെ വായ്പ നൽകാൻ 1000 കോടിയുടെ സഹായ ഫണ്ട്. 3 ക്യാൻസർ മരുന്നിന് വില കുറയും. ആദായ നികുതി നിയമം 6 മാസത്തിനകം പുനഃപരിശോധിക്കും. ആദായ നികുതി റിട്ടേൺ വൈകിയാൽ ക്രിമിനൽ നടപടിയില്ല. കാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ധനവിനിമയത്തെ നികുതിയിൽ നിന്ന് ഒഴിവാക്കും. കുടുംബ പെൻഷനിൽ നികുതി ഇളവ് 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കി. കടമെടുപ്പ് ഒഴിച്ചുള്ള വരുമാനം 32.07 ലക്ഷം കോടി. ബീഹാറിനും ആന്ധ്രയ്ക്കും 2 ലക്ഷം കോടിയോളം ലഭിക്കും. സഹകരണ മേഖലയിൽ ദേശീയ നയം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.